നമ്മൾ ഏതെങ്കിലും ഒരാളുമായിട്ട് ആരെങ്കിലുമായിട്ട് ഒരു ബിസിനസ്സിനെ കുറിച്ച് ഒരു വ്യാപാരത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യുക ആ വ്യാപാരത്തിൽ നിന്നുണ്ടാകുന്ന നേട്ടങ്ങളെ കുറിച്ചാണ്. എന്തൊക്കെയാണ് ആ വ്യാപാരത്തിൽ നിന്നുണ്ടാകുന്ന നേട്ടങ്ങൾ എന്നാണ് നമ്മൾ സംസാരിക്കുക പൊതുവെ എല്ലാ ബിസിനസ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോഴും. പക്ഷേ ഇറക്കുമതി കയറ്റുമതി ഇത്തരത്തിലുള്ള കച്ചവടങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിന്റെ വ്യാപ്തി, ഈ നേട്ടങ്ങളുടെ വ്യാപ്തി വളരെ വലുതാണ്. അതിനെക്കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ എപ്പിസോഡ്, ഈ പാർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് പാർട്ടാണ്. ഇതിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സമൂഹത്തിന്, നമ്മുടെ ചെറുപ്പക്കാർക്ക്, നമുക്ക് എന്തൊക്കെ സാമ്പത്തികവും അല്ലാത്തതുമായിട്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. അന്താരാഷ്ട്ര വ്യാപാരം കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഒരു രാജ്യത്തിനുണ്ടാകുന്ന സാമ്പത്തിക പുരോഗതിയെക്കുറിച്ചാണ്, സാമ്പത്തികമായിട്ടുള്ള നേട്ടത്തിനെ കുറിച്ചാണ്. ആഭ്യന്തരമായിട്ട് ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണി വികസിക്കുന്നതിലൂടെയും ഉൽപാദനം വർദ്ധിക്കുന്നതിലൂടെയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതിലൂടെയും അന്താരാഷ്ട്ര വ്യാപാരം സാമ്പത്തികമായ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നുണ്ട്. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ സജീവമായി പങ്കെടുക്കുന്ന എല്ലാ രാജ്യങ്ങളും തന്നെ ഉയർന്ന GDP നിരക്കുകൾ, വളർച്ചാ നിരക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറുവശത്ത് ഇറക്കുമതി കൊണ്ട് കമ്പോളത്തിൽ വൈവിധ്യമാർന്ന പുതിയ പുതിയ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഉണ്ടാകുന്നു. ഇറക്കുമതി ഉപഭോക്താക്കൾക്ക് ആഭ്യന്തരമായി ലഭ്യമല്ലാത്ത, നമ്മുടെ രാജ്യത്ത് കിട്ടാത്ത വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങുവാൻ അനുവദിക്കുന്നു. ഉപഭോക്തൃ ഉൽപ്പന്ന അവസരങ്ങൾ വർദ്ധിക്കുകയും ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത് ഇറക്കുമതി കൊണ്ടുള്ള ഒരു വലിയ നേട്ടമായിട്ട് നമുക്ക് കരുതാം. മാത്രമല്ല, ഇപ്പൊ കയറ്റുമതിയെ കുറിച്ചാണല്ലോ നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത്. കയറ്റുമതിയിലൂടെ രാജ്യങ്ങൾക്ക് താരതമ്യേന നേട്ടമുള്ള ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിൽ വലിയ ഒരു പ്രാവീണ്യം നേടാൻ കഴിയുകയും രാജ്യങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി ഉൽപാദനത്തിൽ ഇടപെടുകയും മറ്റു ഉൽപ്പന്നങ്ങൾക്കായി വ്യാപാരം നടത്താനും കഴിയുകയും ഇത് മൊത്തത്തിലുള്ള സാമ്പത്തികമായ കാര്യക്ഷമതയിൽ വലിയ ഒരു കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള പുതിയ ആശയങ്ങൾ, പുതിയ സാങ്കേതിക വിദ്യകൾ, മികച്ച രീതികൾ, മികച്ച പാക്കിങ് എന്നിവയെല്ലാം തന്നെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതിലൂടെ അന്താരാഷ്ട്ര വ്യാപാരം തീർച്ചയായിട്ടും രാജ്യത്തെ വ്യവസായ കാര്യങ്ങളിൽ നവീകരണത്തെ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ അറിവ് കൈമാറ്റം സാങ്കേതിക പുരോഗതിയിലേക്ക് നയിക്കുകയും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനുപരിയായി രാജ്യത്തിന് ഒരു സാമ്പത്തികമായ ഒരു ആശ്രിതത്വം നമ്മുടെ ലോക്കൽ വിപണിയിലേക്ക്, നമ്മുടെ ആഭ്യന്തര വിപണിയിലേക്ക് ഉണ്ടാവാതിരിക്കുകയും ഈ റിസഷൻ പോലെയുള്ള അപകടകരമായിട്ടുള്ള മാന്ദ്യം പോലെയുള്ള സാമ്പത്തിക പ്രതിസന്ധികളിൽ നമുക്ക് മറ്റ് രാജ്യങ്ങളെ ആശ്രയിച്ച് കൂടുതൽ വിപണി വർദ്ധിപ്പിക്കുന്നതിലൂടെ നമ്മുടെ സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ഈ തരത്തിലുള്ള ഒരു എക്സ്പോർട്ടിന്റെ വികസനം നമ്മളെ സഹായിക്കുന്നുണ്ട്. അന്താരാഷ്ട്ര വ്യാപാരത്തിന്റെ പങ്ക് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷയിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു സംശയവുമില്ല. അങ്ങനെ പറയാൻ കഴിയും. ഇന്ത്യ തന്നെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, 2007 കാലഘട്ടത്തില് വലിയ ഒരു റിസഷൻ, സാമ്പത്തിക മാന്ദ്യം സംഭവിച്ചപ്പോൾ ഇന്ത്യയും ചൈനയും മാത്രമാണ്
ഇതിൽ വലിയ പരുക്കുകളില്ലാതെ രക്ഷപ്പെട്ട രാജ്യങ്ങൾ. കാരണം നമ്മുടെ എക്സ്പോർട്ടിൻ്റെ കയറ്റുമതി വ്യവസായത്തിൻ്റെ ശക്തി കൊണ്ടാണ്. അതേസമയം അമേരിക്ക, ഓസ്ട്രേലിയ അടക്കം വലിയ വലിയ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങൾ അവരുടെ വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ എല്ലാവരും തന്നെ ഇതിൽ വലിയ തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നം നേരിടേണ്ടി വന്നു. ഇന്ത്യ തന്നെ നമുക്ക് ഇപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ കാര്യം നോക്കിയാൽ തന്നെയും തൊഴിലവസരങ്ങളുടെ കാര്യങ്ങൾ നോക്കിയാൽ തന്നെയും കയറ്റുമതി വലിയ തരത്തിൽ ഒരു സാമ്പത്തികമായ സഹായമാണ് രാജ്യത്തിന് ചെയ്തു തരുന്നത്. നാം കയറ്റുമതി വ്യവസായത്തിലോട്ട് ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ, ഈ ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാക്കുന്നതിലൂടെ, രാജ്യത്ത് പലതരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ സമൂഹത്തിന് നന്മ ചെയ്യുകയും അതിനോടൊപ്പം തന്നെ രാജ്യത്തിന് വലിയ തരത്തിലുള്ള ഒരു സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരു ബിസിനസ് ആക്ടിവിറ്റി ആയിട്ട്, ഒരു വ്യവസായമായിട്ട് നമുക്ക് കയറ്റുമതി വ്യവസായത്തിനെ കാണാൻ കഴിയും. ഇതിനുപരിയായി അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഇടപെടുമ്പോൾ നമ്മുടെ രാജ്യം അത് നമ്മുടെ തുണിത്തരങ്ങളുടെ ഉൽപ്പാദനത്തിലായാലും മറ്റേതെങ്കിലും പ്രോഡക്റ്റുകളുടെ അവതരണത്തിലായാലും അരി അടക്കമുള്ള ഉൽപ്പന്നങ്ങളുടെ അവതരണത്തിലായാലും നമുക്ക് എപ്പോഴും ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് നിലനിർത്താൻ കഴിയും. നമ്മുടെ ഉൽപ്പാദനക്ഷമത വളരെ നല്ല നിലയിൽ എത്തിക്കാൻ കഴിയും. അതിനോടൊപ്പം തന്നെ അതിൻ്റെ പാക്കിംഗ് ആയാലും അതിൻ്റെ ബാക്കിയുള്ള അതിൻ്റെ അക്സസറീസ് ആയാലും പാക്കിംഗ് ആയാലും ഈ കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു നല്ല നിലവാരം പുലർത്താനുള്ള സാഹചര്യം ഇതുവഴി ഉണ്ടാകുന്നു. ഇതിനോടൊപ്പം നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് തൊഴിൽ മേഖല. തൊഴിൽ സൃഷ്ടിക്കുന്നത് എങ്ങനെയാണ്, കയറ്റുമതി വർദ്ധിക്കുന്നതിനനുസരിച്ച് എങ്ങനെയാണ് തൊഴിലിൻ്റെ എണ്ണം കൂട്ടാൻ കഴിയുന്നത്, അത് നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വിവിധ മേഖലകളിൽ നമുക്ക് കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ വിവിധ മേഖലകളിൽ നമുക്ക് തൊഴിലാളികളുടെ ആവശ്യമുണ്ട്. ഇതിൽ നമുക്ക് ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ട് മാനുഫാക്ചറിങ് സ്റ്റാഫ്, അതിൻ്റെ ടെക്നിക്കൽ സ്റ്റാഫ് നമുക്ക് വേണം. പിന്നെ പാക്കേജിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് അതിനുള്ള തൊഴിലാളികൾ നമുക്ക് വേണം. ലോജിസ്റ്റിക്സിന് നമുക്ക് തൊഴിലാളികൾ വേണം. ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിന് നമുക്ക് തൊഴിലാളികൾ വേണം. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിലുള്ള ഡിജിറ്റലായിട്ടുള്ള കഴിവുകളുള്ള, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള തൊഴിലാളികൾ വേണം. ഈ എക്സ്പോർട്ട് പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് തൊഴിലാളികൾ വേണം. അതിനോടൊപ്പം തന്നെ നമുക്ക് CHA ഇങ്ങനെയുള്ള കസ്റ്റംസ് ഹൗസ് ഏജന്റ്, ഷിപ്പിംഗ് ഏജന്റ്, അവരുടെ എല്ലാം സഹായം നമുക്ക് ആവശ്യമായി വരുമ്പോൾ കയറ്റിറക്ക് തൊഴിലാളികൾ മുതൽ തുടങ്ങി വിവിധ തരത്തിലുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു വമ്പിച്ച പദ്ധതിയാണ് ഈ തരത്തിലുള്ള അന്താരാഷ്ട്ര വ്യാപാരം എന്ന് പറയുന്നതിൽ സംശയമില്ല. നമ്മുടെ വ്യാപാരത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പ്രധാനമായ നേട്ടം വിശാലമായിട്ടുള്ള ഒരു വിപണിയിലേക്കുള്ള നമ്മുടെ പ്രവേശമാണ്. ഏതൊരു രാജ്യത്തിനും, ഇന്ത്യ എന്നല്ല ഏതൊരു രാജ്യത്തിനും, ഇന്ത്യയിലെ ആഭ്യന്തര വിപണി എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം 140 കോടിയോളം ജനങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ആഭ്യന്തര വിപണി വളരെ വലുതാണ്. എങ്കിൽ പോലും അതിന് കുറച്ച് ലിമിറ്റേഷൻസ്, പരിമിതികൾ ആഭ്യന്തര വിപണിക്കുണ്ട്. അന്താരാഷ്ട്ര വ്യാപാരം കൊണ്ട് നമുക്ക് കിട്ടുന്നത് ദശലക്ഷക്കണക്കിന് ജനങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടുന്ന തരത്തിലുള്ള ഒരു വലിയ ആഗോള വിപണിയാണ്. ഇത് നമ്മുടെ രാജ്യത്തിനകത്തുള്ള ആഭ്യന്തര വിപണിയിലുള്ള നമ്മുടെ ആശ്രിതത്വം വളരെയധികം
കുറയ്ക്കുന്ന ഒരു സംവിധാനമാണ്. ഇത് കൂടാതെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാല് സാങ്കേതികമായിട്ട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഇതില് വലിയ ഒരു പങ്ക് വഹിക്കുന്നു. നമ്മുടെ രാജ്യത്ത് നിന്നും ഒരു പ്രത്യേക തരത്തിലുള്ള ഉൽപ്പന്നം വാങ്ങാനായി വരുന്ന ഒരു ഫോറിൻ ബയർ അവര് തീർച്ചയായിട്ടും അവരുടെ മാർക്കറ്റിലേക്ക്, അവരുടെ കമ്പോളത്തിലേക്ക് ആവശ്യമായ തരത്തിലുള്ള സാങ്കേതിക വിദ്യ ഇവിടെ കൊണ്ടുവരാനുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും നമ്മുടെ കയറ്റുമതിക്കാർക്ക് അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകൾ പഠിക്കാനും ട്രെയിൻ ചെയ്യാനും അതിനനുസരിച്ചുള്ള മെഷീനറിയും ബാക്കി കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കുവാനും ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനും ഉൽപ്പന്നത്തിന് ഒരു ഉപരി ഉൽപ്പന്നങ്ങൾ അതിനോടൊപ്പം ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ അക്സസറീസിന്റെ ക്വാളിറ്റി നിലനിർത്തുവാനും പാക്കിങ്ങിൽ പുതിയ പുതിയ സങ്കേതങ്ങൾ കണ്ടെത്തുവാനും ഇത്തരത്തിലുള്ള മൊത്തത്തിലുള്ള ഗുണനിലവാരം വർദ്ധിപ്പിക്കുവാനുള്ള സാങ്കേതിക കൈമാറ്റം പല രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകുകയും അത് നമ്മുടെ പ്രാദേശിക വിപണിയിൽ തന്നെ ഉണ്ടാകുന്ന ഉൽപ്പന്നങ്ങളുടെ മൊത്തത്തിലുള്ള നിലവാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതായിരിക്കും. വിദേശ വ്യാപാരം കൊണ്ട് നമുക്കുണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വലിയ നേട്ടമെന്ന് പറയുന്നത് വിദേശ വിനിമയത്തിന്റെ ശേഖരമാണ്. നമ്മുടെ രാജ്യത്തിനകത്തു നിന്നുള്ള പ്രോഡക്ട്സ് ആൻഡ് സർവീസുകൾ, നമ്മൾ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുമ്പോൾ അവിടെ നിന്ന് നമുക്ക് വിദേശ കറൻസി കിട്ടുകയും ആ വിദേശ കറൻസി രാജ്യത്തിൻ്റെ വിനിമയ ശേഖരത്തിന് ആക്കം കൂട്ടുകയും നമ്മുടെ സാമ്പത്തിക പുരോഗതിക്ക് വലിയ സംഭാവന നൽകുകയും ചെയ്യുന്നതാണ്. രൂപയുടെ വിനിമയ നിരക്ക് സ്ഥിരപ്പെടുത്തുന്നതിനും അതുകൂടാതെ അവശ്യ വസ്തുക്കൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള പെട്രോളിയം പോലെയുള്ള വസ്തുക്കൾ പുറത്തു നിന്നും ഇറക്കുമതി ചെയ്യുന്നതിനും നമുക്ക് മറ്റ് രാജ്യങ്ങൾക്കോ നമ്മുടെ നാടിനകത്ത് ജീവിക്കുന്ന വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാർക്ക് ധനസഹായം നൽകുന്നതിനും നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ചെയ്യുന്നതിനും നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഈ കരുതൽ ശേഖരം നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അന്താരാഷ്ട്ര വ്യാപാരം കൊണ്ട് മറ്റൊരു പ്രധാന നേട്ടമെന്ന് പറയുന്നത് നമ്മുടെ മത്സരിക്കാനുള്ള കഴിവിനെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ഉൽപ്പന്നം നമ്മൾ ഇവിടെ ഉണ്ടാക്കുമ്പോൾ അത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന, പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഉൽപ്പന്നങ്ങളുമായി മത്സരിക്കുകയും മത്സരിച്ച് ജയിക്കുകയും കമ്പോളത്തിൽ വിജയിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായതിനാൽ സ്വാഭാവികമായി നമ്മുടെ രാജ്യത്തുള്ള ഉൽപ്പാദകർ തന്നെ വലിയ തരത്തിലുള്ള ഇതിന്റെ തരം, ക്വാളിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും പാക്കേജിങ്ങിൽ ശ്രദ്ധിക്കുകയും തീർച്ചയായിട്ടും അന്താരാഷ്ട്ര നിലവാരം ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒരു മത്സരാധിഷ്ഠിതമായ വിലകളിലും മത്സരാധിഷ്ഠിതമായ തരത്തിലുമുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രാപ്തിയുള്ള രാജ്യമായി നമ്മുടെ രാജ്യം വളരും എന്നതിന് സംശയം. ഇതിനെല്ലാം ഉപരിയായി നമ്മുടെ രാജ്യത്തു നിന്നും മികച്ച ഉൽപ്പന്നങ്ങൾ മറ്റു രാജ്യങ്ങളിലേക്ക് വലിയ തരത്തിലുള്ള ഒരു ക്വാണ്ടിറ്റി പോകുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടേതായിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം, ഒരു ബ്രാൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഒരു അന്താരാഷ്ട്ര മാർക്കറ്റിലും നടത്താൻ വേണ്ടി നമുക്ക് കഴിയുന്നു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. കാരണം ഒരു ബ്രാൻഡ് നമുക്ക് നിലനിർത്താൻ കഴിഞ്ഞാൽ വളരെ കാലത്തേക്ക് നമുക്ക് ആ കച്ചവടം തുടർന്ന് ചെയ്യുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്ന് നമുക്കെല്ലാവർക്കും. ഇത് കൂടാതെ എടുത്തു പറയേണ്ട മറ്റൊരു നേട്ടം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര മാർക്കറ്റിലെ കമ്പോളത്തിന്റെ അകത്ത് ഈ വിദേശ കറൻസികൾക്കും ഇന്ത്യൻ രൂപയ്ക്കും ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങളെ, ഏറ്റക്കുറച്ചിലുകളെ
അപകടങ്ങളെ, അത്തരത്തിലുള്ള നഷ്ടമുണ്ടാകാനുള്ള സാധ്യതകളെ ലഘൂകരിക്കുന്നതിനോ അല്ലെങ്കില് കടന്നു പോകുന്നതിനോ നമ്മുടെ നമ്മുടെ കയറ്റുമതിക്കാരെ പ്രാപ്തമാക്കുന്ന ഒരു സിസ്റ്റം കറൻസി ഹെഡ്ജിങ് പോലെയോ ഒരു കൺവേർഷൻ റേറ്റ് വളരെ കാലത്തേക്ക് നിലനിർത്തുന്നത് പോലെയുള്ള സംവിധാനങ്ങളുടെ ആം, വിദേശങ്ങളിലേക്ക് കടം കൊടുക്കുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ റിസ്ക് മാനേജ്മെന്റ് ചെയ്യാനുള്ള റിസ്ക് എടുക്കുന്നത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള അറിവും മറ്റും വർദ്ധിക്കുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ അന്താരാഷ്ട്ര കമ്പോളത്തിൽ ഒരു മത്സരത്തിന് തയ്യാറാകുന്ന ഒരു ബ്രാൻഡ് ക്വാളിറ്റി ഉണ്ടാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതും നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട കാര്യം. നാം മേൽ പറഞ്ഞവയിൽ മിക്കവാറും എല്ലാം തന്നെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു. ഇതിൽ അവസാനം പറഞ്ഞ ബ്രാൻഡിന്റെ തിരിച്ചറിയൽ, ഒരു ആഗോള വ്യാപന രീതിയിലുള്ള ഒരു ബ്രാൻഡ് നിർമ്മിച്ചെടുക്കുക എന്നുള്ളത് ഒരു ഫ്യൂച്ചർ പോയിന്റ് ഓഫ് ടൈമിൽ ഉണ്ടാകുന്ന ഒരു വാല്യൂ ആണ്, വളരെ ഒരു മൂല്യമാണ്. ആ മൂല്യം നമുക്ക് ഒരു സാമ്പത്തിക മൂല്യമായി കണക്കാക്കാൻ കഴിയുകയില്ലെങ്കിലും സാമ്പത്തിക മൂല്യത്തെക്കാൾ ഉപരി നമ്മുടെ കച്ചവടത്തിന് വളരെ സഹായകമായി വരുന്ന ഒരു എക്സ്പോഷർ കിട്ടുന്ന ഒരു മൂല്യമായി കണക്കാക്കേണ്ടതുണ്ട്. അത് വളരെ പ്രധാനമായിട്ട് ബ്രാൻഡിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് തീർച്ചയായിട്ടും ഒരു രാജ്യത്തിനെ സംബന്ധിച്ച്, ഒരു കമ്പനിയെ സംബന്ധിച്ച്, നമ്മുടെ ആ സെക്ടർ ഓഫ് ബിസിനസ്സിനെ സംബന്ധിച്ചും വളരെ പ്രയോജനകരമായ ഒരു ഒരു നേട്ടമായി കരുതാവുന്നതാണ്. ഇതിൽ നമ്മൾ കാണാതെ പോകുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു നേട്ടമെന്ന് പറയുന്നത് നാം നേരത്തെ സംസാരിച്ചതുപോലെ മത്സരക്ഷമതയാണ്. അതിനോടൊപ്പം തന്നെ നവീകരണ പ്രവർത്തനങ്ങളാണ്, മോഡേണൈസേഷൻ. ഇൻഡസ്ട്രിയിൽ ഒരു മോഡേണൈസേഷൻ ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് വിദേശ വ്യാപാരമായിരിക്കും. ഇന്നവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ കണ്ടുപിടിക്കാനും, മിക്കവാറും നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ രാജ്യത്ത് നിന്നും വിദേശ രാജ്യങ്ങളിൽ, മികച്ച രാജ്യങ്ങളിൽ, അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ കയറ്റുമതി ചെയ്യുന്നത് അധികവും ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സ് ആണ്. ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി നോക്കിയാൽ അവരുടെ റിസർച്ച് വിങ് തന്നെ വളരെ വലുതായിരിക്കും. ആ ഒരു എക്യുപ്മെന്റ് അവരുടെ കയ്യിൽ അവർ എക്യുപ്ഡ് ആയതുകൊണ്ട് മാത്രമാണ് കൊറോണ സമയത്ത് മറ്റ് രാജ്യങ്ങളെക്കാൾ മുന്നിൽ നമുക്ക് നമ്മുടെ കൊറോണയുടെ ആന്റിബോഡീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും എല്ലാം കഴിഞ്ഞത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ റിസർച്ച് വിങ് ആണ്. റിസർച്ച് വിങ് ഉണ്ടാകുന്നത് മോഡേണൈസേഷനും ഇന്നോവേറ്റീവ് മാർക്കറ്റ് സ്ട്രക്ചറിങ്ങിനും എല്ലാം ഉപയോഗപ്പെടുന്ന ഒരു സംവിധാനമാണ്. അത് ധനപരമായിട്ട് സാമ്പത്തികമായിട്ടുള്ള നേട്ടം അല്ലെങ്കിൽ പോലും അത് ആ സെക്ടർ ഓഫ് ബിസിനസ്സിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടമാണ്. നമ്മുടെ വ്യാവസായിക അന്തരീക്ഷത്തിൽ ഒരു ടാലന്റ് പൂളിലെ സ്കിൽ സെറ്റിലേക്കുള്ള ഒരു ഒരു എൻട്രി എന്ന് പറയുന്നത് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രികളിൽ, നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളിൽ വളരെ കഴിവ് കുറഞ്ഞ തൊഴിലാളികളെ വച്ചുകൊണ്ട് നമുക്കൊരിക്കലും അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് ഒരു മത്സരത്തിനായി പോകാൻ കഴിയില്ല. അങ്ങനെ വരുന്ന അവസരത്തിൽ തീർച്ചയായിട്ടും നമ്മൾ വളരെ ടാലൻ്റ് ഉള്ള, നല്ല കപ്പാസിറ്റി ഉള്ള ഒരു ടാലന്റ് പൂളിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടി വരും. അവിടെ നിന്നും പുതിയ ആൾക്കാരെ നമുക്ക് റിക്രൂട്ട് ചെയ്ത് നമ്മുടെ തൊഴിൽ ശക്തി വർദ്ധിപ്പിക്കേണ്ടി വരും. അത് മാത്രമല്ല, നമ്മുടെ മാനേജ്മെന്റ് സ്കിൽസിന്റെ ഒരു പ്രശ്ന പരിഹാരത്തിന്റെ എന്ന് പറഞ്ഞാൽ ഫൈൻഡിങ് സൊല്യൂഷൻസ്, പ്രശ്ന പരിഹാരത്തിന്റെ കാര്യത്തിലായാലും മൊത്തത്തിലുള്ള ബിസിനസിന്റെ വളർച്ചയിലത്തേക്ക് ഇത്തരത്തിലുള്ള ക്വാളിറ്റി വലിയ ഒരു കോൺട്രിബ്യൂഷൻ ആയിരിക്കും ചെയ്യുന്നതെന്നുള്ളതിൽ ഒരു സംശയമില്ല. ഇതിനോടൊപ്പം എടുത്തു പറയേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകം എമ്പാടും
നാം ബിസിനസ് നമ്മുടെ കയറ്റുമതി ചെയ്യുമ്പോൾ നമുക്ക് ലോകമെമ്പാടുമുള്ള ബന്ധങ്ങൾ നമ്മൾ ഉണ്ടാക്കുന്ന ഇപ്പോൾ വിതരണക്കാരായിരിക്കാം, ഇമ്പോർട്ടേഴ്സ്, അവിടുത്തെ ഇറക്കുമതിക്കാരായിരിക്കാം, അവിടെ അങ്ങനെ ആ തരത്തിലുള്ള ബിസിനസ് ബന്ധങ്ങൾ, നമ്മൾ വാണിജ്യമായ ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതിലൂടെ ഒരു വലിയൊരു നെറ്റ്വർക്കിന് ഉടമയായിട്ട് മാറുന്നു എന്നുള്ളത് തന്നെ നമുക്ക് സാമ്പത്തികമായി അല്ലാത്ത ഒരു നേട്ടമായിട്ട് കരുതാവുന്നതാണ്. പിന്നെ ഇതിനെല്ലാം ഇതുപോലെ തന്നെ പ്രധാനമായിട്ട് സാംസ്കാരികമായിട്ടുള്ള വിനിമയം, സാംസ്കാരികമായിട്ടുള്ള കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങളിലൂടെ മറ്റ് രാജ്യങ്ങളുടെ അവരുടെ സംസ്കാരത്തിന്റെ പ്രതിഫലനമാണ് അവരുപയോഗിക്കുന്ന വസ്തുക്കൾ, അവരുടെ ഉൽപ്പന്നങ്ങൾ. അതിലെല്ലാം ആ തരത്തിലുള്ള സപ്ലൈസ്, ആ തരത്തിലുള്ള കയറ്റുമതി നാം ചെയ്യുമ്പോൾ തന്നെ അവരുടെ സംസ്കാരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനും ഇടപഴകുവാനും അവരുമായിട്ട് കൂടുതൽ ഒരു എക്സ്പോഷർ ഉണ്ടാകുവാനും സാമ്പത്തികമായി ഒരു സംവേദനം നടത്തുവാനും അവരെക്കുറിച്ചുള്ള ഒരു വിലമതിപ്പ്, ഒരു അവബോധം സൃഷ്ടിക്കുവാനും എല്ലാം കഴിയുന്നത് തന്നെ വലിയ തരത്തിലുള്ള ഒരു നേട്ടമായി കരുതാവുന്നതാണ്. സാമ്പത്തികമായ വൈവിധ്യവൽക്കരണം തീർച്ചയായിട്ടും ഇതിന്റെ ഭാഗമായി നടക്കും. ഈ കയറ്റുമതിയുടെ ഭാഗമായി നമ്മുടെ സ്ഥിരതയും സാമ്പത്തികമായ സ്ഥിരത, സാമ്പത്തികമായ ഒരു സെക്യൂരിറ്റി നമ്മുടെ രാജ്യത്തിന് കിട്ടുന്നത്. ഇതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന കച്ചവടക്കാർ അല്ലെങ്കിൽ കയറ്റുമതിക്കാർ ഉണ്ടാക്കുന്ന വളർച്ച, കമ്പനികളുടെ വളർച്ച, അതിലൂടെ ഉണ്ടാകുന്ന പണം, ഇതൊക്കെ തന്നെയും നമ്മുടെ സമൂഹത്തിനുള്ളിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ചിലവാക്കുന്ന ഒരു സംവിധാനം കൂടി നിലവിലുണ്ട് എന്ന് മാത്രമല്ല, ആ സംവിധാനത്തിൽ നമുക്ക് സമൂഹത്തിന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കയറ്റുമതിക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ സീ പോർട്ടുകൾ ഡെവലപ്പ് ചെയ്യുന്നത്, നമ്മുടെ റോഡുകൾ ഡെവലപ്പ് ചെയ്യുന്നത്, പല റോഡുകളും. ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഉണ്ടാക്കുന്ന നേട്ടം സമൂഹത്തിന് ഒരു സാമ്പത്തിക നേട്ടം എന്നതിലുപരി ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, സൗകര്യ നേട്ടം കൂടിയായി മാറുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങളിൽ പറഞ്ഞു പോവുകയാണെങ്കിൽ വിവിധ തലങ്ങളിൽ സാമ്പത്തികമായും സാമൂഹികമായും അല്ലാതെയുമുള്ള നേട്ടങ്ങൾ സംഭവിക്കാൻ ഉള്ള സാഹചര്യം കയറ്റുമതി വ്യാപാരം ഉണ്ടാക്കുന്നു എന്നത് പറഞ്ഞുകൊണ്ട് ഇതില് ഈ പാർട്ടില് പൂർണ്ണമായിട്ടും കയറ്റുമതി വ്യാപാരത്തിനെ കുറിച്ചുള്ള നേട്ടങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്, ഡിസ്കസ് ചെയ്യുന്നത്.